ശ്രീ ശങ്കര ഭഗവത് പാദർ രചിച്ച അദ്വൈതാനുഭൂതി എന്ന കൃതിക്ക് ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ഇരുപത്തിയൊന്നാം ശ്ലോകം. ദാഹകോ നൈവ ദാഹ്യം സ്യാദാഹ്യം തദ്വന്ന ദാഹതഃ നൈവാത്മായമനാത്മാ സ്യാദനാത്മായം ച അനാത്മായം ന ചാത്മകഃ. ദാഹകഃ ദഹിപ്പിക്കുന്നവൻ, ദാഹ്യം ന ഏവ സ്യാദ് ഒരിക്കലും ദഹിപ്പിക്കപ്പെടുന്ന പദാർത്ഥമായി തീരുന്നില്ല. തദ്വത് അതുപോലെ, ദാഹ്യം ന ദാഹകഃ ദഹിപ്പിക്കപ്പെടുന്ന പദാർത്ഥം ഒരിക്കലും ദഹിപ്പിക്കുന്നതുമാവാൻ സാധ്യമല്ല. ഏവം അതുപോലെ, അയമാത്മാ ഈ ബോധം അനാത്മാ ന സ്യാത് ജഡമാവുകയില്ല. അനാത്മാ ജഡം, അയം ആത്മകഃ ന ച ഈ ആത്മാവാകാനും സാധ്യമല്ല. ദഹിപ്പിക്കുന്നവൻ ഒരിക്കലും ദഹിപ്പിക്കപ്പെടുന്ന പദാർത്ഥമായി തീരുന്നില്ല. അതുപോലെ ദഹിപ്പിക്കപ്പെടുന്ന പദാർത്ഥം ഒരിക്കലും ദഹിപ്പിക്കുന്നതുമാവാൻ സാധ്യമല്ല. അതുപോലെ ഈ ബോധം ജഡമാവുകയില്ല. ജഡം ഈ ആത്മാവാകാനും സാധ്യമല്ല. ദഹിപ്പിക്കുന്നവൻ ഒരിക്കലും ദഹിപ്പിക്കപ്പെടുന്ന പദാർത്ഥമായി തീരുകയില്ല. അതുപോലെ ദഹിപ്പിക്കപ്പെടുന്ന പദാർത്ഥം ഒരിക്കലും ദഹിപ്പിക്കുന്നതും ആവാൻ സാധ്യമല്ല. അതുപോലെ ഈ ബോധം ജഡമാവുകയില്ല. ജഡം ഈ ആത്മാവാകാനും സാധ്യമല്ല. ബോധജഡ വിശകലനം. ബോധജഡങ്ങളെ വേർതിരിച്ചറിയുന്നതാണ് സത്യാനുഭവം. ചിന്തിക്കുന്ന ഒരാൾക്ക് അന്വേഷണത്തിൻ്റെ ആരംഭത്തിൽ പോലും ഇവിടെ രണ്ട് ഘടകങ്ങളെ കാണുവാനുള്ളൂ. ഒന്ന് ബോധം, മറ്റേത് ജഡം. സ്വയമുണ്ടെന്നറിയുകയും മറ്റുള്ളവയെ ഉണ്ടെന്ന് അറിയുകയും ചെയ്യുന്ന വസ്തുവാണ് ബോധം. സ്വയമുണ്ടെന്നറിയാൻ തന്നെ കഴിയാത്ത ശൂന്യ ദൃശ്യമാണ് ജഡം. അറിയുന്നവൻ ബോധം, അറിയപ്പെടുന്നത് ജഡം. ഈ ജഗത്തിലെ ഏതനുഭവവും ഇങ്ങനെ രണ്ടായി തിരിയുന്നു. അറിയുന്നവൻ ഒരിക്കലും അറിയപ്പെടുന്നതാകാൻ സാധ്യമല്ല. അതുപോലെ അറിയപ്പെടുന്നതൊരിക്കലും അറിയുന്നവനുമാകാൻ സാധ്യമല്ല. അക്കാരണത്താൽ തന്നെ ബോധം ഒരിക്കലും ജഡമാകാൻ സാധ്യമല്ല. ജഡമൊരിക്കലും ബോധമാകാനും സാധ്യമല്ല. ഏതുപോലെ ദഹിപ്പിക്കുന്നവനും ദഹിപ്പിക്കപ്പെടുന്ന പദാർത്ഥവും എന്ന പോലെ ദഹിപ്പിക്കുന്നവൻ ഒരിക്കലും ദഹിപ്പിക്കപ്പെടുന്നതോ ദഹിപ്പിക്കപ്പെടുന്നതൊരിക്കലും ദഹിപ്പിക്കുന്നവനോ ആകാൻ സാധ്യമല്ലല്ലോ. ദഹിപ്പിക്കുന്ന അഗ്നി ഒരിക്കലും ദഹിപ്പിക്കപ്പെടുന്ന വിറകാവാൻ പറ്റുകയില്ല. ഇത് വേർതിരിച്ചു മനസ്സിലാക്കാതെ അജ്ഞത നിമിത്തം ആത്മാവിൽ ദേഹത്വവും ദേഹത്തിൽ ആത്മത്വവും ആരോപിച്ചുകൊണ്ടാണ് എല്ലാ ലോകവ്യവഹാരങ്ങളും നടന്നു പോകുന്നത്. അറിയുന്നവനായ ബോധമില്ലെങ്കിൽ അറിയപ്പെടുന്നതെല്ലാം നിരർത്ഥകമായി തീരുന്നതാണ്. പ്രമേയാദിത്രയം സാർത്ഥം ഭാനുനാഘടകുഡ്യവത് യേന ഭാസിത ഏവാഹം പ്രമേയാദിവിലക്ഷണഃ. 22-ാം പദ്യം. പ്രമേയാദിത്രയം അറിയപ്പെടുന്നത്, അറിവ്, അറിയുന്നവൻ എന്നീ ത്രിപുടി. ഏന ഭാതി ആരുള്ളതുകൊണ്ടാണോ ഉള്ളതായി തീരുന്നത്, ഭാനുനാ ഘടകുഡ്യവത് സൂര്യനാൽ കുടവും മൺതിട്ടയും എന്ന പോലെ, സഹ ഏവ അഹം അവൻ തന്നെയാണ് ഞാൻ, പ്രമേയാദി വിലക്ഷണഃ അറിയപ്പെടുന്നത്, അറിവ് എന്നീ രണ്ടിൽ നിന്നും ഭിന്നനാണ് ഞാൻ. അറിയപ്പെടുന്നത്, അറിവ്, അറിയുന്നവൻ
എന്നീ ത്രിപുടി ആരുള്ളതുകൊണ്ടാണോ ഉള്ളതായിത്തീരുന്നത്, സൂര്യനാൽ കുടവും മൺതിട്ടയും എന്ന പോലെ അവൻ തന്നെയാണ് ഞാൻ, അറിയപ്പെടുന്നത്, അറിവ് എന്നീ രണ്ടിൽ നിന്നും ഭിന്നനാണ് ഞാൻ. സ ഏവാഹം, അവൻ തന്നെയാണ് ഞാൻ. ആര്? അറിയപ്പെടുന്നത്, അറിവ്, അറിയുന്നവൻ എന്നീ ത്രിപുടിയിൽ അറിയുന്നവൻ തന്നെയാണ് ഞാൻ. എന്തുകൊണ്ട്? അറിയുന്നവനായ ഞാനില്ലെങ്കിൽ മറ്റു രണ്ടുമില്ല. അതുകൊണ്ട് അറിയുന്നവനായ ബോധം സ്വയമുണ്ടെന്നറിയുകയും അറിവിനെയും അറിയപ്പെടുന്നതിനെയും ഉള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബോധം സത്യം, അറിവും അറിയപ്പെടുന്നതും അസത്യം. ബോധം കൈവിട്ടാൽ അവ രണ്ടും ഇല്ലാതാകും. അതുകൊണ്ട് ബോധം അവയിൽ നിന്നും ഭിന്നനാണ്. ഏതുപോലെ? കുടത്തെയും മൺതിട്ടയെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനെപ്പോലെ. സൂര്യൻ പ്രകാശിപ്പിക്കുന്നവൻ, കുടവും മൺതിട്ടയും പ്രകാശിപ്പിക്കപ്പെടുന്നവ. പ്രകാശിപ്പിക്കുന്ന സൂര്യൻ പ്രകാശിപ്പിക്കപ്പെടുന്ന കുടം തുടങ്ങിയവയിൽ നിന്നും ഭിന്നനാണെന്ന് തീർച്ചയാണല്ലോ. അതുകൊണ്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനായ ബോധത്തെ ഒരു സത്യാന്വേഷി ജഡദൃശ്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി വിചാരം ചെയ്ത് അറിയേണ്ടതാണ്. ദൃഷ്ടാന്തത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് അടുത്ത പദ്യത്തിൽ. 23-ാം ശ്ലോകം. ഭാനുസ്ഫുരണതോ യദ്വത് സ്ഫുരതീവ ഘടാദികം സ്ഫുരതീവ പ്രമേയാദിരാത്മസ്ഫുരണതസ്തഥാ. ഭാനുസ്ഫുരണതഃ, സൂര്യൻ പ്രകാശിക്കുന്നത് കൊണ്ട്, യദ്വത്, ഏതുപോലെയാണോ, ഘടാദികം സ്ഫുരത്രി ഇവ, ഘടാദികം സ്ഫുരതി ഇവ, കുടവും മറ്റും പ്രകാശിക്കുന്നത് പോലെ തോന്നുന്നത്, തഥാ, അതുപോലെ, ആത്മസ്ഫുരണതഃ, ബോധം പ്രകാശിക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രമേയാദി, അറിയപ്പെടുന്നതും മറ്റും, സ്ഫുരതി ഇവ, പ്രകാശിക്കുന്നത് പോലെ ഭവിക്കുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നത് കൊണ്ട് ഏതുപോലെയാണോ കുടവും മറ്റും പ്രകാശിക്കുന്നത് പോലെ തോന്നുന്നത്, അതുപോലെ ബോധം പ്രകാശിക്കുന്നത് കൊണ്ട് മാത്രമാണ് അറിയപ്പെടുന്നതും മറ്റും പ്രകാശിക്കുന്നത് പോലെ ഭവിക്കുന്നത്. ആത്മസ്ഫുരണതസ്തഥാ, ബോധത്തിൻ്റെ പ്രകാശം കൊണ്ടാണ് മറ്റെല്ലാം പ്രകാശിക്കുന്നത്. സ്വയം ഉണ്ടെന്ന അനുഭവമാണ് ബോധത്തിൻ്റെ പ്രകാശം. ഞാനുണ്ട് എന്ന് സ്വയം ഉണ്മ അനുഭവിച്ച് പ്രകാശിക്കുന്ന ഒരേ ഒരു വസ്തു ബോധം മാത്രം. അതിൻ്റെ വെളിച്ചത്തിലാണ് മറ്റു ജഡങ്ങളെല്ലാം ഉള്ളവയായി പ്രകാശിക്കുന്നത്. ഏതുപോലെ? സൂര്യപ്രകാശത്തിൽ കുടവും മറ്റും പ്രകാശിക്കുന്നത് പോലെ. സൂര്യൻ സ്വയം പ്രകാശരൂപനാണ്. സൂര്യനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വെളിച്ചം ആവശ്യമില്ല. അതുകൊണ്ട് സൂര്യൻ്റെ പ്രകാശത്തിൽ മറ്റുള്ളവയെല്ലാം പ്രകാശിക്കുന്നു. സ്വയമുണ്ടെന്നനുഭവിക്കാൻ കഴിവുള്ള വസ്തു സത്യം, അതിന് കഴിവില്ലാത്തതൊക്കെ അസത്യം. അതിരിക്കട്ടെ, പ്രമേയാദി ജഡപദാർത്ഥങ്ങളിൽ സ്നേഹം തോന്നാൻ ഈ നിലയിൽ എന്താണ് കാരണം? പറയാം. 24-ാം ശ്ലോകം. പിഷ്ടാദിഗുഡസമ്പർക്കാത് ഗുഡവത് പ്രീതിമാൻ യഥാ ആത്മയോഗാത് പ്രമേയാദിരാത്മവത് പ്രീതിമാൻ ഭവേത്. പിഷ്ടാദിഹി, അരിമാവും മറ്റും, ഗുഡസമ്പർക്കാത്, ശർക്കരയുമായി കൂടിച്ചേരുമ്പോൾ, ഗുഡവത്, ശർക്കരയെപ്പോലെ, യഥാ പ്രീതിമാൻ, എപ്രകാരമാണോ പ്രീതിക്ക് പാത്രമായി തീരുന്നത്, പ്രമേയാദിഹി, അറിയപ്പെടുന്ന ജഡദൃശ്യങ്ങളും അതുപോലെ, ആത്മയോഗാത്, ആത്മാവിനോട് ചേർന്ന് സുഖിപ്പിക്കുമ്പോൾ, ആത്മവത്, ആത്മാവിനെപ്പോലെ, പ്രീതിമാൻ ഭവേത്, പ്രീതിക്ക് പാത്രമായി തീരുന്നു. അരിമാവും മറ്റും ശർക്കരയുമായി കൂടിച്ചേരുമ്പോൾ ശർക്കരയെപ്പോലെ എപ്രകാരമാണോ പ്രീതിക്ക് പാത്രമായി തീരുന്നത്, അറിയപ്പെടുന്ന ജഡദൃശ്യങ്ങളും അതുപോലെ ആത്മാവിനോട് ചേർന്ന് സുഖിപ്പിക്കുമ്പോൾ ആത്മാവിനെപ്പോലെ
പ്രീതിക്ക് പാത്രമായി ഭവിക്കുന്നു. ആത്മവത് പ്രീതിമാൻ ഭവേത്. ആത്മാവിനെപ്പോലെ പ്രീതിക്ക് പാത്രമായി തീരുന്നു. എല്ലാവരും ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ബോധസ്വരൂപനായ ആത്മാവിനെയാണ്. എങ്ങനെ അറിയാം? ആത്മസുഖം അനുഭവിക്കാൻ വേണ്ടിയാണ് എല്ലാവരും എല്ലാറ്റിനെയും എപ്പോഴും സ്നേഹിക്കുന്നത്. അതുകൊണ്ടറിയാം. ആത്മസുഖത്തിന് തടസ്സമെന്നു കണ്ടാൽ എത്ര പ്രിയമെന്നു കരുതിയിരുന്ന വസ്തുവിനെയും ആരും ആ നിമിഷം ദൂരെ വെടിയുന്നതാണ്. അപ്പോൾ ആത്മാവിനോട് ചേർന്ന് സുഖിപ്പിക്കുന്നത് കൊണ്ടാണ് അറിയപ്പെടുന്നവയായ ജഡദൃശ്യങ്ങൾ പ്രീതിക്ക് പാത്രങ്ങളാകുന്നത്. ഏതുപോലെ ശർക്കരയോട് കൂടിച്ചേർന്ന് മധുരമുള്ളതാകുമ്പോൾ അരിമാവും മറ്റും ശർക്കരയെപ്പോലെ പ്രീതിക്ക് പാത്രമായി തീരുന്നില്ലേ? അതുപോലെ ബോധരൂപമായ ആത്മാവോട് കൂടിച്ചേരാതെ ഒന്നിനും പ്രകാശിക്കാനേ സാധ്യമല്ലെന്ന് ഇനി മറ്റൊരു ദൃഷ്ടാന്തം കൊണ്ട് തെളിയിക്കുകയാണ് അടുത്ത 2 പദ്യങ്ങളിൽ. 25. ഘടനീരാന്നപിഷ്ടാനാമുഷ്ണത്വം വഹ്നിയോഗതഃ വഹ്നിം വിനാ കഥം തേഷാം ഉഷ്ണതാ സ്യാദൃഥാ ക്വചിത്. ഘടനീരാന്നപിഷ്ടാനാം ഉഷ്ണത്വം വഹ്നിയോഗതഃ വഹ്നിം വിനാ കഥം തേഷാം ഉഷ്ണതാ സ്യാദ്യഥാ ക്വചിത്. 26-ാം ശ്ലോകം. ഭൂതഭൗതികദേഹാനാം സ്ഫൂർത്തിതാസ്വാത്മയോഗതഃ വിനാത്മാനം കഥം തേഷാം സ്ഫൂർത്തിതാ സ്യാത് കഥാ ക്വചിത്. സ്ഫൂർത്തിതാ സ്യാത് തഥാ ക്വചിത്. ഘടനീരാന്നപിഷ്ടാനാം, കുടം, വെള്ളം, ചോറ്, അരിമാവ് എന്നിവയിലൊക്കെ ഉഷ്ണത്വം, ചൂടനുഭവപ്പെടുന്നത് വന്യയോഗതഃ തീയുടെ സമ്പർക്കം കൊണ്ടാണെന്ന് തീർച്ചയാണല്ലോ. വന്യം വിന, തീയുമായുള്ള ബന്ധമില്ലാതെ, യഥാ ക്വചിത്, എങ്ങനെയായാലും ഒരിടത്തു നിന്നും, തേഷാം ഉഷ്ണത, അവയ്ക്ക് ചൂട്, കഥം സ്യാത്, എങ്ങനെയുണ്ടാകാനാണ്? ഭൂതഭൗതിക ദേഹാനാം, അതുപോലെ പഞ്ചഭൂതങ്ങൾക്കും അവയിൽ നിന്നും രൂപം കൊള്ളുന്ന ദേഹങ്ങൾക്കും സ്ഫൂർത്തിത, ഉണ്മ ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സ്വാത്മയോഗതഃ, അത് ആത്മാവിൻ്റെ സമ്പർക്കം കൊണ്ടാണെന്ന് അറിയേണ്ടതാണ്. ആത്മാനം വിന, ബോധവുമായി ബന്ധപ്പെടാതെ, തേഷാം സ്ഫൂർത്തിത, അവയുടെ ഉണ്മ, തഥാ ക്വചിത്, അപ്രകാരം എവിടെ നിന്ന്, കഥം സ്യാത്, എങ്ങനെ സംഭവിക്കാനാണ്? കുടം, വെള്ളം, ചോറ്, അരിമാവ് എന്നിവയിലൊക്കെ ചൂടനുഭവപ്പെടുന്നത് തീയുടെ സമ്പർക്കം കൊണ്ടാണെന്ന് തീർച്ചയാണല്ലോ. തീയുമായുള്ള ബന്ധമില്ലാതെ എങ്ങനെയായാലും ഒരിടത്തു നിന്നും അവയ്ക്ക് ചൂട് എങ്ങനെ ഉണ്ടാകാനാണ്? അതുപോലെ പഞ്ചഭൂതങ്ങൾക്കും അവയിൽ നിന്നും രൂപം കൊള്ളുന്ന ദേഹങ്ങൾക്കും ഉണ്മ ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ആത്മാവിൻ്റെ സമ്പർക്കം കൊണ്ടാണെന്ന് അറിയേണ്ടതാണ്. ബോധവുമായി ബന്ധപ്പെടാതെ അവയുടെ ഉണ്മ അപ്രകാരം എവിടെ നിന്ന് എങ്ങനെ സംഭവിക്കാനാണ്? സ്ഫൂർത്തിത സ്വാത്മയോഗതഃ, പഞ്ചഭൂതങ്ങളും അവയിൽ നിന്നും രൂപം കൊള്ളുന്ന ജഡദേഹങ്ങളും ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അവയ്ക്ക് ഈ ഉണ്മ എങ്ങനെ കിട്ടി? ബോധരൂപനായ ആത്മാവുമായി ബന്ധമുള്ളത് കൊണ്ട് കിട്ടി. 2 തരത്തിലാണ് അവയ്ക്ക് ബോധവുമായി ബന്ധം. ഒന്ന്, പുറത്തുനിന്ന് ബോധം അവയെ ഉണ്ടെന്ന് അനുഭവിക്കുമ്പോഴാണ് അവ ഉള്ളതായിത്തീരുന്നത്. 2, അവയെല്ലാം ബോധത്തിൽ രൂപം കൊണ്ടവയാണ്. ബോധത്തിൽ നിന്നും സ്പന്ദിക്കുന്ന പ്രാണനാണ് ജഡരൂപം കൈക്കൊള്ളുന്നതെന്ന് ആധുനിക ശാസ്ത്രം പോലും ഇന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. ജഡത്തിന് കട്ടി കൂടിയപ്പോൾ ബോധത്തിൻ്റെ സദ്രൂപം, അതായത് ഉണ്മ മാത്രമേ അവയിൽ പ്രകടമാകുന്നുള്ളൂ. ഒരിക്കൽ കൂടി വായിക്കാം. ജഡത്തിന് കട്ടി കൂടിയപ്പോൾ ബോധത്തിൻ്റെ സദ്രൂപം അഥവാ ഉണ്മ മാത്രമേ അവയിൽ പ്രകടമാകുന്നുള്ളൂ. സ്പഷ്ടമായി ബോധം തെളിയുന്നില്ല, അത്രയുള്ളൂ. എല്ലാ ജഡരൂപങ്ങളിലും അകവും പുറവും നിറഞ്ഞ ബോധമാണെന്ന് അറിയേണ്ടതാണ്. ചിത്തും ആനന്ദവും മറഞ്ഞു പോയിട്ട് സദ്രൂപം മാത്രം അവശേഷിക്കുന്നതിന് ദൃഷ്ടാന്തമുണ്ടോ? ഉണ്ടല്ലോ. കുടം, വെള്ളം മുതലായ പദാർത്ഥങ്ങളിൽ ചൂടനുഭവപ്പെടാറുണ്ടല്ലോ. തീ സ്പഷ്ടമായി കാണുവാനുമില്ല. എങ്കിലും ആ ചൂട്
തീയുടേതല്ലാതെ മറ്റൊന്നിൻ്റേതുമാകാൻ പറ്റില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എന്തുകൊണ്ട്? ചൂട് തീയുടെ മാത്രം, അതായത് തേജസ്സിൻ്റെ മാത്രം അംശമായതുകൊണ്ട്. അതുപോലെ ഉണ്മ എവിടെ അനുഭവപ്പെട്ടാലും അത് ബോധത്തിൻ്റെ വകയാണെന്ന് അറിയേണ്ടതാണ്. എന്തുകൊണ്ട്? സത്ത് അഥവാ ഉണ്മ ബോധത്തിൻ്റെ മാത്രം ഭാഗമായതുകൊണ്ട്. അതിരിക്കട്ടെ, ഉണ്മ ബോധത്തിൻ്റെ വകയാണെന്ന് സമ്മതിക്കാം. പക്ഷേ ഈ ബോധം ഏകവും അദ്വയവും ആണെന്ന് എങ്ങനെ കരുതാൻ പറ്റും? ഓരോ ദേഹത്തിലും ബോധം ഭിന്നിച്ചല്ലേ കാണുന്നത്? പറയാം. 27-ാം പദ്യം. നാനാവിധേഷു കുംഭേഷു വസത്യേകം നഭോ യഥാ നാനാവിധേഷു ദേഹേഷു തദ്വദേകോ വസാമ്യഹം. നാനാവിധേഷു കുംഭേഷു, അനേക രൂപത്തിലുള്ള അനേകം കുടങ്ങളിൽ, യഥാ എപ്രകാരമാണോ, ഏകം നഭഃ ഒരേ മഹാകാശം സ്ഥിതി ചെയ്യുന്നത്, നാനാവിധേഷു ദേഹേഷു അനേക രൂപത്തിലുള്ള അനേകം ദേഹങ്ങളിൽ, തദ്വത് അതുപോലെ, ഏകഃ അഹം വസാമി ഞാൻ, ഒരേ ഞാൻ സ്ഥിതി ചെയ്യുന്നു. അനേക രൂപത്തിലുള്ള അനേകം കുടങ്ങളിൽ എപ്രകാരമാണോ ഒരേ മഹാകാശം സ്ഥിതി ചെയ്യുന്നത്, അനേക രൂപത്തിലുള്ള അനേകം ദേഹങ്ങളിൽ അതുപോലെ ഒരേ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഏകോവസാമ്യഹം ഒരേ ഞാൻ, അതായത് ഒരേ മഹാഭൂതം സ്ഥിതി ചെയ്യുന്നു. എവിടെ? അനേക രൂപത്തിലുള്ള അനേകം ദേഹങ്ങളിൽ, ദേവ മനുഷ്യ പക്ഷി മൃഗ കൃമി കീടാദി ദേഹങ്ങളിൽ. ഏതുപോലെ? ഒരേ മഹാകാശം ചെറുതും വലുതുമായ അനേക രൂപത്തിലുള്ള അനേകം കുടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് ഏകനായ ഞാൻ ഒരിക്കലും അനേകമായി മാറുന്നില്ല. 28-ാം ശ്ലോകം. നാനാവിധത്വം കുംഭാനാം നയാത്യേവ യഥാ നഭഃ നാനാവിധത്വം ദേഹാനാം തദ്വദേവ നയാമ്യഹം. കുംഭാനാം നാനാവിധത്വം, കുടങ്ങളുടെ അനേക രൂപത്വം, യഥാ എപ്രകാരമാണോ, നഭഃ ആകാശത്തിന്, നയാതിയേവ സംഭവിക്കാതിരിക്കുന്നത്, തദ്വത് അതുപോലെ, ദേഹാനാം നാനാവിധത്വം ദേഹങ്ങളുടെ നാനാരൂപത്വം, അഹം നയാമി ബോധത്തിനും സംഭവിക്കുന്നില്ല തന്നെ. കുടങ്ങളുടെ അനേക രൂപത്വം എപ്രകാരമാണോ ആകാശത്തിന് സംഭവിക്കാതിരിക്കുന്നത്, അതുപോലെ ദേഹങ്ങളുടെ നാനാരൂപത്വം ബോധത്തിനും സംഭവിക്കുന്നതേയില്ല. നയാമ്യഹം ബോധത്തിനും നാനാരൂപത്വം സംഭവിക്കുന്നില്ല. ഏതുപോലെ? അനേകം കുടങ്ങളിലെ നാനാരൂപത്വം ആകാശത്തിന് സംഭവിക്കാത്തതുപോലെ. ആകാശം പലതായി വേർപെടുന്നത് പോലെ തോന്നുന്നു, പക്ഷേ വേർപെടുന്നില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനിയും കുടങ്ങൾ ഉടച്ചു കളഞ്ഞാൽ അക്കാര്യം പ്രത്യക്ഷമായി തന്നെ തെളിയുകയും ചെയ്യും. അതിരിക്കട്ടെ, കുടങ്ങൾ ഉടയുന്നത് പോലെ ദേഹങ്ങൾ നശിച്ചാൽ അതോടെ ആത്മാവും നശിച്ചു പോവുകയില്ലേ? നശിച്ചു പോവുകയില്ലെന്ന് ദൃഷ്ടാന്തം തന്നെ തെളിയിക്കുന്നുണ്ടല്ലോ. 29-ാം ശ്ലോകം. യഥാ ഘടേഷു നഷ്ടേഷു ഘടാകാശോ ന നശ്യതി തഥാ ദേഹേഷു നഷ്ടേഷു നൈവ നശ്യാമി സർവഗഃ. ഘടേഷു നഷ്ടേഷു കുടങ്ങൾ ഉടഞ്ഞു പോകുമ്പോൾ, യഥാ എപ്രകാരമാണോ, ഘടാകാശ ആ കുടങ്ങളിലെ ആകാശം ന നശ്യതി നശിക്കാതിരിക്കുന്നത്, തഥാ അതുപോലെ, ദേഹേഷു നഷ്ടേഷു ദേഹങ്ങൾ നശിക്കുമ്പോൾ, സർവഗഃ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഞാനും, ന നശ്യാമി നശിക്കുന്നതേയില്ല. കുടങ്ങൾ ഉടഞ്ഞു പോകുമ്പോൾ എപ്രകാരമാണോ ആ കുടങ്ങളിൽ ആകാശം നശിക്കാതിരിക്കുന്നത്, അതുപോലെ ദേഹങ്ങൾ നശിക്കുമ്പോൾ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഞാനും നശിക്കുന്നതേയില്ല. ന നശ്യാമി സർവഗഃ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഞാനും നശിക്കുന്നില്ല. എപ്പോൾ? ദേഹങ്ങൾ നശിക്കുമ്പോൾ. ഏതുപോലെ? കുടങ്ങൾ നശിക്കുമ്പോൾ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആകാശം നശിക്കാതിരിക്കുന്നത് പോലെ. ആകാശം പോലെ ബോധവും
സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്നെങ്ങനെ അറിയാം? ആകാശം സർവത്ര നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അറിയാം. ആകാശമെന്ന കാര്യത്തിൻ്റെ കാരണമല്ലേ ബോധം? ആകാശമെന്ന കാര്യത്തിൻ്റെ കാരണമല്ലേ ബോധം? കാര്യം തന്നെ സർവത്ര നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെ കാരണത്തിൻ്റെ കഥ പറയാനുണ്ടോ? ബോധത്തിലെ വെറുമൊരു തോന്നലാണ് ആകാശം. അപ്പോൾ ആകാശമുള്ളിടത്തോളം അതിൽ കൂടുതലും ആകാശമുള്ളിടത്തോളവും അതിൽ കൂടുതലും ബോധവും ഉണ്ടായിരുന്നേ പറ്റൂ. ബോധത്തിലെ വെറുമൊരു തോന്നലാണ് ആകാശം. അപ്പോൾ ആകാശമുള്ളിടത്തോളവും അതിൽ കൂടുതലും ബോധവും ഉണ്ടായിരുന്നേ പറ്റൂ. അതിരിക്കട്ടെ, ബോധം സർവത്ര തുല്യമാണെങ്കിൽ അതിൽ ത്രിമൂർത്തികളുടേത് മുതൽ കൃമികീടങ്ങളുടേതു വരെ അനേകതരം ഉത്തമ അധമ ദേഹങ്ങൾ കാണപ്പെടുന്നത് എങ്ങനെ? 30-ാം ശ്ലോകം. ഉത്തമാദീനി പുഷ്പാണി വർത്തന്തെ സൂത്രകേ യഥാ ഉത്തമാദ്യാസ്തഥാ ദേഹാ വർത്തതന്തേ മയി സർവദാ. ഉത്തമാദീനി പുഷ്പാണി വർത്തന്തെ സൂത്രകേ യഥാ ഉത്തമാദ്യാസ്തഥാ ദേഹാ വർത്തന്തേ മയി സർവദാ. യഥാ എപ്രകാരമാണോ സൂത്രകേ ഒരു ചരടിൽ ഉത്തമാദീനി പുഷ്പാണി നല്ലതും ചീത്തയുമായ പുഷ്പങ്ങൾ വർത്തന്തെ കോർക്കപ്പെട്ടിരിക്കുന്നത് തഥാ അപ്രകാരം മയി ബോധരൂപനായ എന്നിൽ ഉത്തമാദ്യാഹ ദേഹ ഉത്തമങ്ങളും അധമങ്ങളുമായ ദേഹങ്ങൾ വർത്തന്തേ കോർക്കപ്പെട്ടിരിക്കുന്നു. എപ്രകാരമാണോ ഒരു ചരടിൽ നല്ലതും ചീത്തയുമായ പുഷ്പങ്ങൾ കോർക്കപ്പെട്ടിരിക്കുന്നത്, അപ്രകാരം ബോധരൂപനായ എന്നിൽ ഉത്തമങ്ങളും അധമങ്ങളുമായ ദേഹങ്ങൾ കോർക്കപ്പെട്ടിരിക്കുന്നു. വർത്തന്തേ മയി സർവദാ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന ദേഹങ്ങളാണ് ബോധത്തിൽ കോർക്കപ്പെട്ടിരിക്കുന്നത്. അത്യന്തം പ്രകാശമയങ്ങൾ, ഇരുണ്ടവ, ദേവദേഹങ്ങൾ, മനുഷ്യദേഹങ്ങൾ, കൃമികീടദേഹങ്ങൾ എന്നിങ്ങനെ പോകുന്നു ദേഹങ്ങളുടെ ഉത്തമ അധമസ്ഥിതി. ഇവയെല്ലാം ബോധമെന്ന ചരടിലാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്. ആ ചരട് പൊട്ടിയാൽ എല്ലാം ചിന്നിച്ചിതറി താറുമാറാകും. അതിരിക്കട്ടെ, ഇതുകൊണ്ട് ബോധത്തിന് വല്ല കേടും പറ്റുമോ? ഒരു കേടും പറ്റുകയില്ലെന്ന് ദൃഷ്ടാന്തം തന്നെ തെളിയിക്കുന്നുണ്ടല്ലോ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.